ബില്ല് സെറ്റിൽ ചെയ്തമ്മേ. നമുക്കിപ്പോൾ തന്നെ ഇറങ്ങാം. ഇനി ഇടിപിടിന്ന് പോയി ബില്ലടയ്ക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നതല്ലേ? എന്തിനെപ്പത്ര ധൃതി? എന്ന് പറഞ്ഞാൽ ബില്ലടച്ചല്ലാതെ ഡിസ്ചാർജിന്റെ ഫോർമാലിറ്റികൾ തീർത്ത് നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ലമ്മേ. അതിനെങ്ങോട്ട് പോവാൻ? നീ താമസിക്കുന്ന ആ വീട്ടിലേക്ക് വരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലോ? അമ്മ എന്ത് ഭ്രാന്തായി പറയുന്നത്? വീട്ടിലേക്ക് വരാതെ പിന്നെ ഇവിടെ തന്നെ താമസിക്കാനാണോ ഉദ്ദേശം? ഞാൻ ഇവിടെ കിടന്നോളാം. ഇവിടെ എനിക്ക് സമാധാനം കിട്ടുള്ളൂ. കുറഞ്ഞ പക്ഷം ഇവിടെ എനിക്ക് ആരും ആഹാരത്തിൽ വിഷം തരില്ല, അത് ഉറപ്പാണ്. ഇനിയിപ്പോ ഇവിടെ താമസിക്കുന്നതിൽ ആശുപത്രിക്കാർക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എനിക്ക് വല്ല ഹോട്ടലിലും റൂം എടുത്ത് തന്നേക്ക്. അതോടെ തീരുമല്ലോ നിന്റെ ഉത്തരവാദിത്വം. അമ്മേ, കിടന്ന് വിളിച്ചു കൂവണ്ട. ഇനിയിപ്പൊ എന്റെ തീരുമാനം ഞാൻ മാറ്റണമെങ്കിൽ നീ എനിക്കൊരു വാക്ക് തരണം. എന്നാലേ ഞാൻ സമ്മതിക്കുള്ളൂ. എന്ത് വാക്ക്? ഒരേ ഒരു വാക്ക്. എന്റെ നെഞ്ചി ചവിട്ടി നീ താലി കെട്ടി വീട്ടിൽ കയറ്റി കുടിയിരുത്തിയ ആ മൂദേവി ഉണ്ടല്ലോ, ഞാൻ ചാവും വരെ അവൾ എന്റെ വീട്ടിൽ കാലൂത്തി പോരുത്. എന്താ, അംഗീകരിക്കാൻ പറ്റുമോ നിനക്ക്? നീ ഇവിടേക്ക് മതിയായി. എങ്ങോട്ടെങ്കിലും നാട് വിട്ട് പോകാൻ തോന്നുമായിരിക്കും. എന്താ അമ്മയും മോനും വഴക്കിട്ടോ? വഴക്കും വക്കാണൊന്നുമില്ല. നേരത്തെ വിളിച്ചപ്പോ ഞാൻ വലിയേട്ടനോട് പറഞ്ഞില്ലേ, അത് തന്നെയാ കാര്യം. ആ വീട്ടിലേക്ക് ഇനി ഞാനില്ല. ഒന്നെങ്കിൽ ഇവിടെ കഴിഞ്ഞോളാം, അല്ലെങ്കിൽ ഹോട്ടലിലെ മുറിയെടുത്ത് തന്നേക്ക്. അത് മതി എനിക്ക്. സരോജിനി, നീ ഇങ്ങനെ വാശി പിടിക്കല്ലേ. എനിക്കൊരു വാശിയില്ല വല്യേട്ടാ. ആ പെണ്ണുള്ള വീട്ടിലേക്ക് ഞാൻ പോയ ശരിയാവില്ല. ആഹാരത്തിൽ വിഷം അകത്ത് ചെന്ന് ആയുസെത്താതെ മരിക്കാൻ എനിക്ക് വയ്യ. അവളെ ആട്ടി തെളിച്ചോണ്ട് വരില്ലെന്ന് വാക്ക് തരാൻ പറ്റുമെന്ന് വലിയേട്ടനൊന്ന് ചോദിച്ചു നോക്ക്. എന്നിട്ട് നമുക്ക് ആലോചിക്കാം. നീ ഇങ്ങ് വന്നു. ഹേയ് ജോമോൻ, സർപ്രൈസ് കോളാണല്ലോ. ഡ്യൂട്ടിയില്ലേ നിനക്കിന്ന്? ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങിയതാ. എനിക്ക് നിന്നോടൊരു സീരിയസ് കാര്യം പറയാനുണ്ട്, അതാ വിളിച്ചത്. എന്താടി ഇത്ര സീരിയസ് കാര്യം? നന്ദ, നിന്റെ ഹസ്ബൻഡിനെ ഇപ്പോ ഇവിടെ ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ കണ്ടു. കൂടെ ഒരു പെണ്ണുണ്ട്. പെണ്ണോ? ആ അതെ, ഇവിടെ കാഷ്വാലിറ്റിയിൽ അഡ്മിറ്റ് ചെയ്ത് ഡ്രിപ്പിട്ട് കിടത്തിയിരിക്കുക. കാഴ്ചയിലൊരു മിടുക്കി കൊച്ച്. ബൈസ്റ്റാൻഡറായിട്ട് അവർക്ക് കാവൽ നിൽക്കുന്നതാ നിന്റെ ഹസ്ബൻഡിന്റെ ജോലി. ഞാൻ ദാ വരുന്നു.